ഈ ഒരു വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്, മറ്റൊന്നുമല്ല. ഒരുപാട് പേര് പേഴ്സണലി DM ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഒക്കെ ചോദിച്ചിരുന്നൊരു കാര്യമാണ്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം പ്ലേയേഴ്സ് വൈക്കിംഗ് ക്ലാപ്പ് പഠിക്കാനായിട്ട് ഈസ്റ്റ് ഗാലറിയിലേക്ക് ചെന്ന സമയത്ത് അവിടെ സ്റ്റാൻഡിൽ നിന്ന് മുഴങ്ങി കേട്ടിട്ടുള്ളൊരു കാര്യം മാനേജ്മെൻറ്റ് ഔട്ട് 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 എന്ന് പറയുന്ന ഒരു ചാൻഡോ അല്ലെങ്കിൽ ബാനറോ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഇത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പലരിൽ നിന്നും വരുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ടും കമ്പോസിലൊക്കെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മെസ്സേജസൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിലേക്ക് നയിച്ച ഒരു ഫാക്ടർ, അതായത് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള ഒരു കാര്യം കൂടി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ കൃത്യമായിട്ടൊരു ഒപ്പീനിയനാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ നയങ്ങൾക്കെതിരെയുള്ള എൻ്റെ അഭിപ്രായങ്ങൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കെതിരെ അഭിപ്രായങ്ങളും നിരന്തരം ഞാൻ വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, മഞ്ഞപ്പട മുഹമ്മദിനെതിരെയുള്ള മത്സരത്തിലാണ് ആദ്യമായിട്ട് ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് വരുന്നത്. പക്ഷേ അത് ഒന്നും കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് സമ്മതിച്ചില്ല. ബൗൺസേഴ്സിനെ വെച്ചും പോലീസിനെ വെച്ചും അത് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് പേപ്പറിൽ എഴുതി പല കാര്യങ്ങളും കൊണ്ടുവരുന്നു, അതൊന്നും പൊക്കാനോ അതിലേക്കൊന്നും കൊണ്ടുപോകാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ബാനേഴ്സ് അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കാത്ത സാഹചര്യം ഇതൊക്കെ നിലനിന്നിരുന്നു. അപ്പം അടുത്ത മത്സരം, അതായത് ഒഡീഷ FC-ക്കെതിരെ നടന്ന മത്സരത്തിൽ ഒരു പ്രതിഷേധ റാലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ മഞ്ഞപ്പടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു പരിപാടിയും നടത്താൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു പ്രതിഷേധ റാലി നടത്താൻ പോലീസ് പറഞ്ഞു, ഒരു തരത്തിലും അത് നടത്താൻ പറ്റില്ല, അത് നടത്തുന്നവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു എന്നുള്ളതാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് തന്നെ അത് നടക്കാതെ പോയി. അതിനുശേഷം സ്റ്റേഡിയത്തിനകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളും വേറെ ഉണ്ട്. അതായത് ചാൻറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത സാഹചര്യം ഉണ്ടായി. നിങ്ങൾ ചില വീഡിയോസൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അതിന് വരെ വിലക്കേർപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക, ഒരു 3-4 മാച്ച് മുൻപ് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വരെ ഈ ഒരു ക്ലബിന് വേണ്ടി 10-11 വർഷമായിട്ട് തൊണ്ട കീറി ചാൻറ്റ് ചെയ്തിട്ടുള്ള ആരാധകരോട് ഇപ്പം ആരാധകർക്ക് അസംതൃപ്തി വരുന്നൊരു സാഹചര്യത്തിൽ വന്നിട്ട് പറയുകയാണ് ചാൻറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം പോലീസിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ളൊരു എത്രത്തോളം ധാരണ ഉണ്ടാകും ഇങ്ങനെയൊന്നും അറിയത്തില്ല. അവർ പറയും പ്രശ്നം ഉണ്ടാകും, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അത് ചെയ്യരുതെന്ന് പറയുന്നത്. ഇത് ആരായിരിക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാകുക എന്നുള്ളത് നമുക്ക് സിമ്പിൾ ലോജിക്കലി ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ. ഇതുവരെ ഇല്ലാത്ത പോലീസ് സുരക്ഷയൊക്കെയാണ് ഇപ്പോൾ ഈസ്റ്റ് ഗാലറിയിൽ, പ്രത്യേകിച്ച് ഇപ്പം ആളൊക്കെ കുറഞ്ഞിട്ടുള്ള സാഹചര്യമാണുള്ളത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത് വ്യക്തമല്ലേ. സോ എഗെയിൻ ബാക്ക് ടു ദാറ്റ് പർട്ടിക്കുലർ ആ ഒരു ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത്, സോ മത്സരശേഷം നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. ശരിയാണ്, നമ്മുടെ പ്ലേയേഴ്സൊക്കെ നല്ല രീതിയിൽ കമ്മിറ്റഡോടുകൂടി കഴിഞ്ഞൊരു മത്സരത്തിൽ കളിച്ചിരുന്നതിന് ശേഷം ഈസ്റ്റ് ഗാലറിയിലേക്ക് വന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ ഔട്ട് 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 മാനേജ്മെൻറ്റ് ഔട്ട് എന്ന് പറയുന്ന ഒരു ചാൻഡ് ചെല്ലിയത്. അതിനുശേഷം പ്ലേയേഴ്സ് ഇപ്പം ലൂണയൊക്കെ പറയുന്ന കാണാം, ഇങ്ങനെ പുറന്നോട്ട് പൊക്കോളൂ എന്ന് പറയുന്നൊരു രീതിയിലേക്ക് പറയുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് വന്ന ഒരു സാഹചര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഇത് ചെയ്തത് ശരിയാണ് എന്നുള്ള തരത്തിലും, രണ്ട്, പ്ലേയേഴ്സിനോട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, ഇത് പ്ലേയേഴ്സിനോടല്ല, ഇത് മാനേജ്മെൻറ്റിനോട് തന്നെയുള്ള പ്രൊട്ടസ്റ്റ് തന്നെയാണ്. സോ ആ പ്രതിഷേധം അറിയിക്കുക തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മഞ്ഞപ്പട പോലത്തെ ഫാൻ ഗ്രൂപ്പ്സൊക്കെ ആ പറഞ്ഞ ആ ഒരു മത്സരത്തിന് അവിടെ പോയി ഇരിക്കുന്നത്. സോ അവരിപ്പം ചാൻഡിങ് വരെ ഒരു ആക്ടിവിറ്റിയും ചെയ്യാണ്ടാണ് ഇപ്പം ഗാലറിയിൽ ഇരിക്കുന്നത്. അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ പ്രൊട്ടസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു അവസരത്തിൽ അങ്ങനത്തെ ഒരു ചാൻഡ് ചെല്ലിയതുകൊണ്ടാണ് ISL ഒക്കെ അടക്കമുള്ള പേജുകളിൽ അത് വരികയും അതിനൊരു വിസിബിലിറ്റി കിട്ടുകയും ചെയ്തു. പിന്നീട് ISL അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ള വേറെ കാര്യം. പക്ഷേ എത്തേണ്ട ആളുകളിലേക്കൊക്കെ മൊത്തത്തിൽ അത് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഒക്കെ എല്ലാവരും സേവ് ചെയ്തിട്ട് അത് പ്രചരിപ്പിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. മിക്കവാറും നിഖിലണ്ണൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി, എൻ്റെ ഡാഡി അറിഞ്ഞാണ്ടല്ലോ പിന്നെ സീൻ മൊത്തം മാറും എന്നുള്ളത്. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു ഫാൻസ് ഒരു അഭിപ്രായ വ്യത്യാസം വരുന്നു, അതിന് എതിരെ പ്രതിഷേധിക്കുന്നു. ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ പല രീതിയിൽ പല കാര്യങ്ങൾ ചോദിക്കുന്നു, അതിനോടൊന്നും ഒരു ഉത്തരം നൽകാൻ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് തയ്യാറാകുന്നില്ല. അറ്റ്ലീസ്റ്റ് അവർക്കൊരു മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടായി, നമ്മളത് പരിഹരിക്കപ്പെടാമെന്നുള്ള ഒരു ഭംഗിവാക്കെങ്കിലും പറയാലോ, അതുപോലും ചെയ്യുന്നില്ല. അതിനോടൊപ്പം പ്രതിഷേധം അറിയിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ, ഓഫ്ലൈനായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ അറിയിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അതിനെ ഒപ്രസ് ചെയ്യാനുമാണ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പൊക്കെ ഏതൊരു സാഹചര്യത്തിലും, അതായത് കളി ജയിച്ചാലും തോറ്റാലും ഒക്കെ വൈക്കിംഗ് ക്ലാപ്പൊക്കെ കൊടുത്ത് പ്ലേയേഴ്സിനെയൊക്കെ സന്തോഷിപ്പിച്ച് പാമ്പർ ഇതൊക്കെ തന്നെയാണ് വിട്ടിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ നമ്മളുടെ ഒരു വിഷമം, ഫാൻസിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ
ഇവർ തയ്യാറാകുന്നില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഇപ്പോൾ പ്ലേയേഴ്സ് മോശമായിട്ട് കളിക്കുന്ന സാഹചര്യം, ഇൻഡിവിജ്വൽ എറേഴ്സ് കൊണ്ട് മത്സരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്ലേയേഴ്സിനെതിരെ എന്തെങ്കിലും ബൂ ചെയ്യുകയോ അവർക്കെതിരെ ചാൻറ്റ് ചെയ്യുകയോ എന്നൊക്കെ സാഹചര്യത്തിലേക്ക് പോകുന്ന കണ്ടിട്ടുള്ളൂ? ഒരിക്കലുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ അവർ ചെയ്തിട്ടുള്ളത്, ആ ഗാലറിയിൽ ഇരുന്നവർ ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് അവരുടെ പ്രതിഷേധം എന്താണ്, അവരുടെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് അറിയിക്കുക മാത്രമാണ്. പിന്നെ പലരും പറയുന്നത് കേട്ടു നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ അതൊരു നെഗടിക്കും, അവരുടെ മൊറയിലിനെയൊക്കെ അത് ബാധിക്കും എന്നുള്ളത്. അത് അവരുടെ മൊറയിലിനെയൊക്കെ അവർ ബൂസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇത്രയും നാൾ മാച്ചസ് ചത്ത് കടന്ന് ചാൻഡ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് മൊറയിൽ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മളിപ്പം പോയിന്റ് ടേബിളിലൊക്കെ തലപ്പത്ത് നിന്നില്ല? അതൊന്ന് ചിന്തിക്കേണ്ട ഫാക്ടർ അല്ലേ? ഈ ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി എന്ന് പറയുന്ന സാധനം മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് തുടങ്ങി കോച്ചിങ് സ്റ്റാഫിലെത്തി പ്ലേയേഴ്സിൽ എല്ലാവരിലും ഉണ്ടാകേണ്ട കാര്യമാണ്. ഇത് സത്യത്തിലുള്ളത് നമ്മുടെ ഫാൻസിന് മാത്രമാണ്. സോ ഇനി നമ്മൾ അടുത്ത കൊല്ലം അടിക്കാം എന്ന് ഈ പറയുന്ന പോലെ ആ ഒരു മുടൻ തന്നെ ഒരു തണുപ്പൻ നയത്തിനോട് ഇനി എനിക്ക് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ആ പ്രഷർ അത് എല്ലാവർക്കും കിട്ടുക തന്നെ വേണം. പ്ലേയേഴ്സ് കളിക്കുക ആത്മാർത്ഥതയോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റഡോടുകൂടി ഫാൻസിന് വേണ്ടി കളിക്കുക, അല്ലെങ്കിൽ പ്ലേയിങ് ഫോർ ബാഡ്ജ് എന്ന് പറയുന്ന മെൻറ്റാലിറ്റിയിൽ കളിക്കുക തന്നെ ചെയ്യണം. പിന്നെ ഒരു കാര്യം, ഈ 11 വർഷമായിട്ട് ഉള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് മാത്രമാണ്. ഇപ്പം മാനേജ്മെൻറ്റ് അവർ വന്നിട്ട് ഇപ്പോൾ എത്ര കൊല്ലമായി? 7 വർഷമായി. പ്ലേയേഴ്സ് 3-4 വർഷമായി കാണും മാക്സിമം ഉള്ളവർ. അവരൊക്കെ വീണ്ടും ഇപ്പം ക്ലബ്ബ് ചേഞ്ച് ചെയ്യാം, അല്ലെ മാനേജ്മെൻറ്റ് അല്ലെ ഓണേഴ്സ് ഇവരൊക്കെ മാറിപ്പോകും. പക്ഷേ എന്നും അവിടെ ഉള്ളത് ഫാൻസാണ്. ആ ഫാൻസ് തന്നെയാണ് എല്ലാ കാലവും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഫാൻസ് എന്ന് പറയുന്നവർ അവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? എന്ത് ലാഭമാണ് അവരിൽ നിന്ന് സാമ്പത്തികമായിട്ടൊക്കെ പ്രതീക്ഷിക്കുന്നത്? ഒന്നും തന്നെ ഇല്ല. ഇപ്പം മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് അവർക്ക് ലാഭങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് വേറെ ഗുണങ്ങളുണ്ടാകാം. പ്ലേയേഴ്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ അവർക്ക് സാലറി ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഇതിൽ നഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ എന്നും ബ്രോക്കൺ ആകുന്നതും ആരാണ് എന്നുള്ളത് ചിന്തിക്കാം. അപ്പം അവർക്ക് അവരുടെ വേദന അല്ലെങ്കിൽ അവർക്ക് നെഗടിക്കുന്നതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ല. ഈ പ്ലേയേഴ്സ് വന്ന സമയത്ത് അത് നമ്മൾ മാനേജ്മെൻറ്റിനെതിരെ അത്രയും ഒപ്രസ് ചെയ്ത് ഒരു വിസിബിലിറ്റി കിട്ടിയ സമയത്ത് ആ ഒരു പ്രതിഷേധം കാണിച്ചതാണ് അത്ര വലിയ തെറ്റ്. പിന്നെ പലരും പറയുന്ന കാര്യമാണ് എന്തുകൊണ്ട് MD സ്റ്റേഡിയം എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നുകൂടാ? സത്യം പറയാമല്ലോ, ഇപ്പോൾ MD സ്റ്റേഡിയം എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ കൊണ്ടുവന്നു തന്നെ ഇരിക്കുക. ഇവർ കഴിഞ്ഞ മാച്ചിൽ ചെയ്തിട്ടുള്ളൊരു കാര്യം അറിയാമല്ലോ, മാനേജ്മെൻറ്റ് ഈ ഓഫീസുകളിലും അല്ലെങ്കിൽ കോളേജുകളിലും ഒക്കെ ഫ്രീ ടിക്കറ്റ് കൊടുത്തിട്ട് ആളെ കയറ്റി. അപ്പോൾ അങ്ങനൊരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പൊളിക്കാനായിട്ട് അവർ അടുത്ത മാച്ചിൽ ചെയ്യാൻ പോകുന്നത് മാക്സിമം ഫ്രീ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതി. അതിനൊക്കെയുള്ള നല്ല ബുദ്ധിയുണ്ട് കേട്ടോ, കുരുട്ടുബുദ്ധി, ക്രൂക്കഡായിട്ടുള്ള മൈൻഡ്. ഇതൊക്കെ ഈ പറയുന്ന പോലെ ഇവർ ഈ ഉറയും കിടക്കുമൊന്നുമല്ല. അതുകൊണ്ട് ഇപ്പോൾ ചിലവർ പറയാറുണ്ട്, ബ്രോ ഈ വീഡിയോ ഇംഗ്ലീഷിലും കൂടെ മാനേജ്മെൻറ്റും കൂടെ കാണട്ടെ. ഇവർ ഇതൊന്നും അറിയാനായിട്ടൊന്നും അല്ല. ഇവർക്കിത് ഇപ്പം പറഞ്ഞല്ലേ ഉറക്കം നടിക്കുകയാണ്. അതുകൊണ്ട് അവരെ നമുക്ക് ഉണർത്താൻ ഇച്ചിരി പാടാണ്. അവർ തന്നെ അതിന് ശ്രമിക്കണം. സോ MD സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഈസിയാണ്. ഇപ്പം ഫാൻ ഗ്രൂപ്പ്സിനാണെങ്കിലും ഏതൊരു ഫാനിനാണെങ്കിലും ഇപ്പം മാച്ച് കാണാതിരിക്കാം, വേണമെങ്കിൽ TV യിൽ കാണാം. അപ്പം ആ ഒരു MD സ്റ്റേഡിയം ഇതിലേക്ക് നമുക്ക് പോകാം. ഞാൻ പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ അവർ അങ്ങോട്ട് ഫ്രീ ടിക്കറ്റ് കൊടുത്തിട്ട് ആളെ കയറ്റുക എന്നുള്ളത് വേറൊരു വസ്തുത. അപ്പം ഈ ഒരു സാഹചര്യത്തിലും ഫാൻസ് പോകുന്നത് അവരുടെ പ്രതിഷേധം അറിയിക്കാനാണ്. പക്ഷേ ആ പ്രതിഷേധങ്ങളെ ഒപ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നിരന്തരമായിട്ട് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് എന്നുള്ളതാണ്. സോ ആ തരത്തിൽ നമുക്കുണ്ടാക്കുന്ന വിഷമത്തിന് അല്ലെങ്കിൽ ഫാൻസിനുണ്ടാക്കുന്ന വിഷമത്തിന് അതിന് യാതൊരു വിധത്തിലുള്ള വിലയില്ലേ? ഒരു തരത്തിലും ഫാൻസിന് എൻ്റെ ഇമോഷന് യാതൊരു വിധത്തിലുള്ളൊരു വിലയും നൽകാത്ത മാനേജ്മെൻറ്റ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. ഇതിപ്പോൾ 2-3 മാച്ച് വിജയിക്കുക എന്നുള്ളതല്ല. നമുക്ക് ചാമ്പ്യൻ മെൻറ്റാലിറ്റിയോടുകൂടി നമ്മളൊരു ചാമ്പ്യൻ ക്ലബ്ബായിട്ട് ഈ വർഷമല്ല, അടുത്ത വർഷമല്ല, വരുന്ന വർഷങ്ങളിലൊക്കെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ്. സോ അതിനു വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ മീഡിയ വഴിയൊക്കെ ഒന്ന് പ്രചരിക്കാനായത്. അതിനുള്ളൊരു ഫാക്ടർ ആയത് ഈ സാഹചര്യത്തിൽ, പ്ലേയേഴ്സ് വന്ന സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ചാൻഡ് ചെയ്തുകൊണ്ട്. സോ അതിൻ്റെ ഇടയിൽ കൂടി മറ്റു ചിലർ ഇപ്പം മാനേജ്മെൻറ്റിനെ പ്രീതിപ്പെടുത്താനായിട്ട് ചില ഗ്രൂപ്പ്സുകൾ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നേരത്തെ അത്രയും കമ്മിറ്റഡ് ആയിരുന്ന ഒരു ഗ്രൂപ്പിനെ യാതൊരു വിധ വിലയും ഇല്ലാതെ തട്ടിയിട്ടാണ് നിങ്ങളെ ഇപ്പം അവരിങ്ങനെ ഒരു കരുതലൊക്കെ തരുന്നത്. കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾക്കും പല ബുദ്ധിമുട്ടുകളും ഒക്കെ തോന്നാം. ഒന്നുകിൽ പറയുന്ന സമയത്ത് അവർ നിങ്ങളെ അവഗണിച്ചിട്ട് വേറെ ഇതേപോലത്തെ ആരെങ്കിലും പൊക്കിക്കൊണ്ടുവരും, അല്ലെങ്കിൽ നിങ്ങളിത് പറയാതെ അവർ പറയുന്നതെല്ലാം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി ഇങ്ങനെ ഒരു അടിമ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക.
അത്രയൊക്കെ പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ ആക്ച്വലി ഇത് സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇങ്ങനെ നിരന്തരം കമൻസും പലരും മെസ്സേജൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരൊറ്റ വാക്കിൽ യെസ് ഓർ നോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യുക. ഒരു കഴിഷൻ.